വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ വിരട്ടലിന് ഒടുവിൽ ശ്യാമ കാര്യം ഞാൻ പറയാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അന്നേരം രാജീവ് തടുക്കുകയാണ്. അവൾക്ക് എന്തറിയാനാണ്, കോളേജിൽ ആരോ പറഞ്ഞപ്പോഴാണ് അവൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. സംഭവം കണ്ടതിൻ്റെ നടുക്കത്തിലാണ് അവളെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ശ്യാമയുടെ അടുത്ത് നിന്നും ഇങ്ങോട്ട് മാറുന്നുണ്ട്. ഈ സമയത്താണ് CI സഹദേവൻ ഹോസ്പിറ്റൽ മുറിയിലേക്ക് വരുന്നത്. തുടർന്ന് രാജീവ് അങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്ക് ആശ്വാസമാകുന്നുണ്ട്. പക്ഷേ സഹദേവൻ വന്ന് സ്റ്റൂളിലേക്ക് ഇരിക്കുമ്പോൾ ആകെ പരിഭ്രമിച്ച് ശ്യാമ ആരെയും കണ്ണിൽ പെടാതെ പെട്ടെന്ന് അവിടെ നിന്ന് ബാഗും എടുത്ത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ സഹദേവൻ അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ രാജീവ് അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. രാജീവിനെ ഒന്ന് പോകാൻ നേരം ഒന്ന് നോക്കിയിട്ടാണ് ശ്യാമ അവിടെ നിന്നും പോകുന്നത്. തുടർന്ന് സഹദേവൻ സ്വയം പരിചയപ്പെടുത്തിയിട്ട് രാജീവിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. നാട്ടുകാരാണ്, ഇവിടെ ആരൊക്കെയുണ്ട് താമസം എന്നൊക്കെ. അന്നേരം വൈഫുണ്ട്, അമ്മയും അമ്മാവനും ഉണ്ടെന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. തുടർന്ന് ശാരിയെ കാണിച്ചിട്ട് അതാണോ വൈഫെന്ന് CI ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. തുടർന്ന് അമ്മയും അമ്മാവനും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരെത്തിയിട്ടില്ല എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം ഞാൻ ഇത്രയും ചോദിച്ചതൊക്കെ ഓക്കെ, പക്ഷേ ഇനി ചോദിക്കുന്നതിലാണ് സംഗതി ഇരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് മറുപടി പറയണം. സാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സംഭവങ്ങൾ വരാൻ പോകുന്നത്. പോലീസ് എന്തായാലും സാറിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അന്നേരം ആകെ അങ്ങ് പരിങ്ങിയിട്ട് സാറ് ചോദിച്ചോളൂ എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം ആരാണ് സാറിനെ വെട്ടിയത് എന്ന് സഹദേവൻ ചോദിക്കുകയാണ്. അന്നേരം രാജീവ് ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. പക്ഷെ രാജീവിൻ്റെ ഉത്തരത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് ശാരികയും ശാരദാമ്മയും സഹദേവനും ഒക്കെ. തുടർന്ന് എനിക്ക് അവരെ പരിചയമില്ല, അവർ കുറച്ച് പേരുണ്ടായിരുന്നു എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം സംഭവം സാറിനൊന്ന് വിവരിക്കാൻ പറ്റുമോ എന്ന് സഹദേവൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹോസ്പിറ്റലിലേക്ക് ശാലിനിയും വിഷ്ണുവും കൂടി ആ ഹോസ്പിറ്റൽ മുറിയിലേക്ക് വരുന്നത്. തുടർന്ന് വിഷ്ണുവിനെയും ശാലിനിയും കണ്ടിട്ട് സഹദേവൻ രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് സഹദേവനെ നോക്കിക്കൊണ്ട്. ഈ സമയത്ത് സഹദേവൻ മനസ്സിലൂടെ അന്ന് വിഷ്ണു ലോക്കപ്പിലായപ്പോൾ തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് രാജീവ് സാറിനോട് ഇത് ആരൊക്കെയാണ് സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ വൈഫിൻ്റെ അനിയത്തിയും ഭർത്താവുമാണെന്ന് രാജീവ് പറയുകയാണ്. തുടർന്ന് ഇതെന്ത് പറ്റിയതാ സാറേ എന്നും പറഞ്ഞ് ശാലിനി രാജീവിൻ്റെ അടുത്തേക്ക് ആ ബെഡിനടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് നിൽക്കുക, മൊഴി എടുക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞ് സഹദേവൻ ഷൗട്ട് ചെയ്യുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് പുറകോട്ട് മാറുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു ഒന്ന് കടുപ്പിച്ച് പറയുന്നുണ്ട്, മാറി നിൽക്ക് ശാലിനി, സഹദേവൻ സാറ് ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന്. തുടർന്ന് രാജീവ് പോലീസിനോട് പകുതി സത്യവും പകുതി നുണയുമായ ഒരു കഥ പറയുകയാണ്. കോളേജിന് പിന്നിൽ ഒരു കുറ്റിക്കാടുണ്ട്. ക്ലാസ് കട്ട് ചെയ്തും പിന്നെ കുറച്ച് പ്രണയ സല്ലാപങ്ങളും കുട്ടികളുടെ കുസൃതിയും ഒക്കെ അവിടെയാണ് നടക്കാറ്. ഇടയ്ക്ക് സാറുമാരുടെ ഒരു മിന്നൽ പരിശോധന നടക്കാറുണ്ട്. ഇന്ന് എൻ്റെ ഊഴമായിരുന്നു, അങ്ങനെയാണ് ഞാൻ അവിടേക്ക് പോയത്. പക്ഷെ സാധാരണ സാറുമാരുടെ തലവട്ടം കാണുമ്പോൾ കുട്ടികൾ ഓടി ഒളിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് കുറച്ച് പേര് അവിടെ തന്നെ നിന്നു. അത് സ്റ്റുഡൻസ് ഒന്നും ആയിരുന്നില്ല, സ്റ്റുഡൻസിനേക്കാൾ കുറച്ച് പ്രായമുള്ളവർ തന്നെയായിരുന്നു. അവരെന്നെ കണ്ടപ്പോൾ എന്തോ പതിയിരുന്ന് എന്നെ ആക്രമിക്കാൻ എന്നവണ്ണം തന്നെ അവിടെ നിന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാൾ എന്നെ തലയ്ക്കടിച്ച് വീഴ്ത്തി, പിന്നീട് വേറൊരാൾ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയായിരുന്നു എന്ന് രാജീവ് ആ ഒരു കള്ളക്കഥ അവിടെ പറയുകയാണ്. അത് കേട്ടങ്ങ് ആകെ അന്തം വിടുന്നുണ്ട് ശാരികയും ശാരദാമ്മയും ഒക്കെ. പക്ഷേ വിഷ്ണുവും ശാലിനിയും ഇത് സസൂക്ഷ്മം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഗുണ്ടകളുടെ രൂപവും ഭാവവും ഒക്കെ ആയിരുന്നു അവർക്കെന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം വധശ്രമമായിരുന്നു എന്ന് CI ചോദിക്കുകയാണ്. അന്നേരം ആയിരിക്കാം, രണ്ടും ആകാം, ചിലപ്പോൾ ആക്രമിക്കാനേ അവർക്ക് ശ്രമം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നതെന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം വധശ്രമമായിരുന്നെങ്കിൽ എന്തിനാണ് കാല് വെട്ടിയത്, അവർക്ക് തലയങ്ങ് എടുത്തുകൂടായിരുന്നോ എന്ന് സഹദേവൻ ചോദിക്കുകയാണ്. അന്നേരം ചിലപ്പോൾ വെപ്രാളത്തിനിടയിൽ അവർക്ക് മാറിപ്പോയതായിരിക്കും എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം CI പറയുകയാണ്, സാറ് ഞങ്ങളെ ആകെ അങ്ങ് കുഴപ്പിക്കുകയാണല്ലോ, കാല് വെട്ടിയവന് പിന്നീട് തല എടുക്കാനായിട്ട് വല്ല പാടുമുണ്ടോ, ഇതിനിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് വീണ്ടും ചോദ്യങ്ങൾ രാജീവിനോട് CI ചോദിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ നിലവിളി കേട്ട് അവരങ്ങ് ഓടിപ്പോയതായിരിക്കും. കോളേജ് അടുത്തല്ലേ, കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് വന്നാലോ, ഇനി അവരെ തിരിച്ചറിയുമോ എന്നൊക്കെ പേടിച്ച് അവർ ഓടി ഒളിച്ചതായിരിക്കുമെന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം സാറിന് ഇനി അവരെ കണ്ടാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം CIയുടെ മുഖത്ത് നോക്കാതെ ഇല്ല എന്ന് തറപ്പിച്ച് രാജീവ് പറയുന്നുണ്ട്. അന്നേരം എന്താ അങ്ങനെ തറപ്പിച്ച് പറയാനായിട്ട് എന്ന സംശയത്തോടെ CI ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വെപ്രാളത്തിന് പെട്ടെന്നുള്ളൊരു ആക്രമണമായിരുന്നില്ലേ, ഞാൻ അവരോട് 1-2 വാക്കൊക്കെ സംസാരിച്ചുള്ളൂ, കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് രാജീവ് പറയുകയാണ്. പക്ഷേ രാജീവിൻ്റെ ആ ഭാവവും പറയുന്നതുമൊക്കെ വിഷ്ണു നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
അപ്പോൾ കേസ് തെളിയിക്കാനായിട്ട് ഒരു തുമ്പും ഇല്ലല്ലേ എന്ന് സി എ ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനി രാജീവിനോട് പറയുന്നുണ്ട്, സാർ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് നോക്കുക, അവരുടെ മുഖം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ എന്ന്. അന്നേരം സി എ ദേഷ്യപ്പെടുകയാണ്. ഇങ്ങനെ ശാലിനിക്ക് നേരെ വിരൽ ഞൊടിച്ചിട്ട് പറയുന്നുണ്ട്, രാജീവ് സാറിൻ്റെ മൊഴി എടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അതിനുവേണ്ടി മൊഴി ആരും അദ്ദേഹത്തിൻ്റെ വായിലേക്ക് തിരികെ കൊടുക്കണമെന്നും ഇല്ല, വേണ്ടി അങ്ങനെ ഒരു ആവശ്യമില്ല എന്നും പറഞ്ഞ് ശാലിനിയെ വഴക്ക് പറയുകയാണ് സഹദേവൻ. അന്നേരം ശാലിനി ദേഷ്യത്തോടെ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, സാറിൻ്റെ മൊഴിയെ സ്വാധീനിക്കാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് ഓർമ്മിച്ച് പറയണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ഒന്ന് ശാലിനി കടുപ്പിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അന്നേരം സഹദേവൻ പറയുകയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് ചോദിച്ചറിയാനായിട്ട് സാധിക്കുമെന്ന്. എങ്കിൽ പിന്നെ സാറിനെ പ്രതീക്ഷിച്ചാണ് അവർ നിന്നതെങ്കിൽ ഉറപ്പായിട്ടും അതെന്തെങ്കിലും കൊട്ടേഷൻ ആയിരിക്കും, സാറിന് വല്ല ശത്രുക്കളും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ തറപ്പിച്ചങ്ങ് പറയാനായിട്ട് വരട്ടെ, ഈ പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജല്ലേ, ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് സാറിന് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്നൊക്കെ കളിയാക്കി സഹദേവൻ ചോദിക്കുകയാണ്. അന്നേരം ശാരികയ്ക്ക് ആകെ അങ്ങ് വിഷമം വരുന്നുണ്ട്. പക്ഷേ ദേഷ്യത്തോടു കൂടി സാറെന്ന് ഉറക്കെ വിളിക്കുകയാണ് ശാലിനി. അന്നേരം ചൂടാവാതിരിക്കുക ശാലിനി മേഡം, ഇങ്ങനെയൊക്കെ ചോദിച്ചാലല്ലേ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് സഹദേവൻ പറയുകയാണ്. അങ്ങനെ ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ കൊടുത്തതായിരിക്കും, പിന്നെ ലേഡി ലെക്ചറർമാരൊക്കെ ഉള്ളതല്ലേ, അവരുമാകാം. അതൊന്നും വേണ്ട, അദ്ദേഹം സാറിൻ്റെ ഈ ഭാര്യ നിൽക്കുന്നത് കണ്ടില്ലേ, ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടെങ്കിൽ അദ്ദേഹവും കൊടുത്തതായിരിക്കും എന്നൊക്കെ സഹദേവൻ അങ്ങ് പറയുമ്പോൾ അങ്ങ് ആകെ വിഷമിക്കുകയാണ് ശാരികയും ശാരദാമ്മയും. ദേഷ്യത്തോടെ കടിച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാലിനിയും വിഷ്ണുവും ഒക്കെ. അന്നേരം തുടർന്ന് ദേഷ്യം വരുന്ന രാജീവ് അവസാനം പറയുകയാണ്, തൽക്കാലം സാർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം മനസ്സിലായില്ല എന്ന് സഹദേവൻ പറയുമ്പോൾ തൽക്കാലം സാറ് മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിഷ്ണു പറയുകയാണ്. തടി വെടക്കാക്കാതെ സാറ് വീട്ടിലേക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഭാര്യ വല്ല ചുറ്റിക്കളിക്കും പോയെന്നിരിക്കും എന്ന് വിഷ്ണു പറയുമ്പോൾ ഡാന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേറ്റ് അങ്ങ് പല്ലൊക്കെ കടിച്ചു പിടിക്കുകയാണ് സഹദേവൻ. അന്നേരം വിഷ്ണു ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ്. പക്ഷേ ശാരദാമ്മയ്ക്കും ശാരികയ്ക്കും ഒന്നും സംഭവം മനസ്സിലാകുന്നില്ല, ഇവർ തമ്മിൽ നേരത്തെ ശത്രുത ഉള്ളതാണെന്നൊക്കെ. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, പല്ലിങ്ങനെ കടിച്ചു പിടിക്കാതിരിക്കടോ, പിന്നെയും വേണ്ടതല്ലേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. തുടർന്ന് സഹദേവൻ പറയുകയാണ്, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയാതെ ഏതെങ്കിലും കൊട്ടേഷൻ സംഘത്തെ വെച്ച് അതൊക്കെ ഒതുക്കാനാണ് പരിപാടിയെങ്കിൽ ചോര ഛർദ്ദിപ്പിക്കും ഞാൻ, നേരെ നിന്നൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റില്ല എന്ന് രാജീവിനോട് പറയുകയാണ്. ഇനി വിഷ്ണുവിനെ വെച്ച് കൊട്ടേഷൻ കൊടുത്ത് സംഭവം തീർക്കാനാണെന്നാണ് സഹദേവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ട് വിഷ്ണു പറയുന്നുണ്ട്, ശ്വാസമൊക്കെ ഞങ്ങൾ വിട്ടോളാം, സാറ് പക്ഷേ വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന, ഞാൻ പോയേക്കാം, പക്ഷേ നമുക്ക് ഇനിയും കാണേണ്ടി വരും എന്ന് വിഷ്ണുവോട് പറയിട്ട് പതുക്കെ താഴെ രാജീവിനോട് പറയുന്നുണ്ട്, പോയിട്ട് വരട്ടെ രാജീവൻ സാറേ എന്ന്. എന്നിട്ട് വാടോന്നും പറഞ്ഞ് കോൺസ്റ്റബിളിനെയും വിളിച്ച് സഹദേവൻ അങ്ങ് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നുണ്ട്. തുടർന്ന് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ശാരദാമ്മ, നിങ്ങളെന്താ മക്കളെ അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അദ്ദേഹം അത്ര വലിയ ആളൊന്നുമല്ല, കേരള പോലീസിന് തന്നെ ഒരു കളങ്കമാണ്, കാക്കി യൂണിഫോമിന് തന്നെ ഒരു അപമാനം, ഇയാളാണ് വിഷ്ണുവേട്ടനെ സത്യാമ്മയൊക്കെ അറസ്റ്റ് ചെയ്തത്, ഇയാളുള്ളപ്പോൾ ഈ കേസ് എന്തായാലും തെളിയാൻ പോകുന്നില്ല എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് അവിടെയൊക്കെ താറി നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് രാജീവ് പറയുന്നുണ്ട് അവരോടൊക്കെ, അമ്മ എനിക്ക് വിഷ്ണുവിനോട് മാത്രമായിട്ട് ചിലത് സംസാരിക്കാനുണ്ടെന്ന്. തുടർന്ന് വിഷ്ണു മാത്രം റൂമിലാകുന്നുണ്ട്, ബാക്കി എല്ലാവരും അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ശാരദാമ്മ ശാരികയോട് സാറിൻ്റെ വീട്ടിൽ വിവരം അറിയിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം അറിയിക്കണം എന്ന് ശാരിക പറയുമ്പോൾ വിഷമിക്കേണ്ട, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ശാരിക ഫോൺ വിളിക്കുന്നുണ്ട്, അതാരെയാണെന്ന് കാണിക്കുന്നില്ല. തുടർന്ന് രാജീവ് വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ട് ഇയാളുടെ എടുത്തുചാട്ടവും മറ്റു സ്വഭാവങ്ങളൊന്നും വേണ്ട, ഞാൻ പോലീസിനോട് പറഞ്ഞതൊക്കെ കള്ളമാണ്, എന്നെ വെട്ടിയത് ആരാണെന്ന് എനിക്കറിയാമെന്ന്. അന്നേരം സാറ് പിന്നെന്താ പോലീസിനോട് പറയാതിരുന്നത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ ശ്യാമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്ന്. അന്നേരം ശ്യാമയും ഈ കേസുമായിട്ട് എന്താണ് ബന്ധമെന്ന് ഒന്നും മനസ്സിലാകാതെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം രാജീവ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ശ്യാമയുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കബഡി ക്ലാസ്സിനോ അല്ലാത്ത ക്ലാസ്സിനോ അവൾ എത്താറില്ല, ഞാൻ അവളെ കുറച്ച് നാളായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു, അവൾ പിന്നെ ക്ലാസ്സിന് വരാതെ എവിടെ പോകുന്നു എന്ന് ഞാൻ അന്വേഷിച്ചു, അവൾ രാത്രിയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, കബഡി ക്ലാസ്സിനും വരാറില്ല. തുടർന്ന് അവളെക്കുറിച്ചുള്ള അന്വേഷണം എത്തിച്ചേർന്നത് കോളേജിന് പിന്നിൽ പാതിരാവനം എന്ന് കുട്ടികൾ വിശേഷിപ്പിക്കുന്ന ആ കുറ്റിക്കാട്ടിൽ തന്നെയാണ്. ശാരദാമ്മയോട് അവൾ നുണകളൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നു, പക്ഷേ എന്നോട് അവൾക്കതിനായില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ രാജീവ് വിഷ്ണുവിനോട് പറയുന്നുണ്ട്.
തുടർന്ന് സംഭവങ്ങളൊക്കെ കേൾക്കുന്ന വിഷ്ണു ആകെ അങ്ങ് അന്തം വിടുകയാണ്. നമ്മുടെ ശ്യാമയോ, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട്. അന്നേരം സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ, നമ്മുടെ ശ്യാമ ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, അവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവൂ, അതാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് രാജീവ് വിഷ്ണുവോട് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, ആരാണ് നമ്മുടെ ശ്യാമയെ ഇങ്ങനെ ആക്കിയത്, വെട്ടിയത് ആരാണ് എന്നൊക്കെ വിഷ്ണു അന്വേഷിക്കുന്നുണ്ട്. തുടർന്ന് രാജീവ് പറയുന്നുണ്ട്, മിക്കവാറും കോളേജിലും സ്കൂളിലുമൊക്കെ ഈ നെറ്റ്വർക്ക് ഉണ്ട്. മക്കളുടെ സുരക്ഷിതത്വവും അവരെ വേദനിക്കരുത് എന്ന് ആലോചിക്കുന്ന രക്ഷകർത്താക്കളൊക്കെ അവർ ചോദിക്കുന്ന പണമൊക്കെ കൊടുക്കും. അതിൽ കുറച്ചു പേരെയൊക്കെ എനിക്കറിയാം. മനു വി നാഥ് എന്നൊരുത്തനാണ് അവരുടെ ഗ്യാങ് ലീഡർ. ഒരു തലതെറിച്ച പയ്യനാണ്. അവന് പാരമ്പര്യമായിട്ട് കിട്ടിയ പണവും പിന്നെ വിദേശത്തു നിന്നുള്ള അച്ഛനമ്മമാരുടെ അനുവദിച്ച സ്വാതന്ത്ര്യം എല്ലാം കൂടി ആകുമ്പോൾ അവൻ പിള്ളേരെ വഷളാക്കുകയാണ് എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം ദേഷ്യം കൊണ്ട് കൈയൊക്കെ അങ്ങ് ഇറുക്കി പിടിച്ച് കണ്ണൊക്കെ നോക്കുന്നുണ്ട് വിഷ്ണുവിന്. എന്നിട്ട് മനു വി നാഥ് എന്ന് 2-3 തവണ മനസ്സിൽ വിഷ്ണു പറയുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ സാറിനെ വെട്ടിയത് ആരാണെന്ന്. തുടർന്ന് രാജീവ് പേര് പറയുന്നുണ്ട്. പോൾസൺ എന്നാണ് പേര്. ബോധം മറയുന്നതിന് മുമ്പേ ആ പേര് എൻ്റെ മനസ്സിലങ്ങ് തറച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം സാർ എന്തുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ പോലീസിനോട് പറയാതിരുന്നതെന്നും പറഞ്ഞ് വിഷ്ണു ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അന്നേരം പറഞ്ഞില്ലേ, നമ്മുടെ ശ്യാമയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കും, മയക്കുമരുന്ന് കൈവശം വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് കേസ് വേറെയാണ്, അവളെ പിന്നെ രക്ഷിക്കാനാവില്ല എന്നൊക്കെ രാജീവ് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് സങ്കടത്തോടെ രാജീവ് പറയുന്നുണ്ട്, ശ്യാമയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ വേണം ഈ കേസ് കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ പുറത്തറിഞ്ഞാൽ എല്ലാവരെ പറ്റിയും തിരക്കും, പത്രത്തിലും ടി വിയിലും ഒക്കെ അതൊരു വാർത്തയാകും. പിന്നെ ശ്യാമയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ബാധിക്കും. അതുകൊണ്ട് വിഷ്ണു എങ്ങനെയും ഇത് കൈകാര്യം ചെയ്യണം എന്ന് രാജീവ് വിഷ്ണുവിനോട് പറയുകയാണ്. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം വിഷ്ണു ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്